ഹലോ, ഇന്ന് പെരുന്നാളിൻ്റെ തലേദിവസമായിട്ട് നോമ്പുള്ളതുകൊണ്ട് നോമ്പ് തുറക്കാനൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചാണ് കേട്ടോ കൂടിയിരുന്നത്. ഫ്രൂട്ട്സും സ്നാക്സും ഒക്കെ ആയിട്ട് അങ്ങോട്ട് കൂടി. ജ്യൂസും പിന്നെ കസ്റ്റാർഡും ഉണ്ടായിരുന്നു. കസ്റ്റാർഡിൻ്റെ റെസിപ്പിയായിട്ട് അതിനുശേഷം കുറേ കളിയും വർത്താനവും അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇക്കയുടെ അടിപൊളി ബിരിയാണിയൊക്കെ വന്നു കേട്ടോ. നല്ല ചെമ്മീൻ ബിരിയാണി ആയിരുന്നു. ഇക്ക ഇതിന് മുന്നേ ഉണ്ടാക്കിയത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി വെച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇൻഷാല്ലാ ചെയ്യുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇക്ക നല്ല കൈപ്പുണ്യാണ്, എന്തുണ്ടാക്കിയായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചിക്കൻ പൊരിച്ചതും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ മൈലാഞ്ചിയുടെ ചടങ്ങിലോട്ട് കിടന്നു. പെരുന്നാളായി കഴിഞ്ഞാൽ മൈലാഞ്ചി ഇല്ലാണ്ട് പിന്നെ എന്താഘോഷം അല്ലേ. അപ്പോൾ മൈലാഞ്ചി ഇടുമ്പോൾ തന്നെ നമുക്ക് ആ പെരുന്നാളിൻ്റെ ഫീൽ അങ്ങോട്ട് വരും. അപ്പോൾ മൈലാഞ്ചി ഇടലും ഒക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ എൻ്റെ കെട്ടിയവൻ എനിക്ക് മൈലാഞ്ചി ഇട്ട് തന്നു കേട്ടോ. ഭംഗിയിലല്ല, കുറച്ച് ഭംഗിയൊന്നും ഉണ്ടായിരുന്നെങ്കിലും അത് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നമ്മളെ ഫ്രണ്ട് ഷുക്കൂറിൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പിള്ളേരെ കളിയും അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് സ്വീറ്റ്സൊക്കെ തന്നെ. അത് കഴിഞ്ഞ് ഞങ്ങൾ നല്ല പാട്ടും കൂത്തൊക്കെ ആയിട്ട് അവിടെ അങ്ങോട്ട് കൂടി റൂമിലോട്ട് എത്തിയപ്പോൾ 2 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. പെരുന്നാൾ ദിവസത്തെ വിശേഷമായിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ വരാം. അപ്പോൾ ഓക്കെ, ബൈ.